ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട പൊരിച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുട്ട, പകുതി സവാള, ഒരു ചെറിയൊരു സവാളയുടെ പകുതി, അത് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ 2 പച്ചമുളക് ചെറുതായി കനം കുറച്ച് അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും. ഇത്രയും മതി നമ്മുടെ ഈ ഒരു മുട്ട പൊരിച്ചത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, സവാള, കറിവേപ്പില കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. ആ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ എരിവൊക്കെ വരുന്ന വിധത്തിൽ നന്നായി ഒന്ന് നമ്മളിതുപോലെ ഒന്ന് ചതയ്ക്കണ്ട, ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പം മഞ്ഞൾപ്പൊടി കുറേയൊന്നും വേണ്ട കേട്ടോ, ഒരു ലേശം, ഒരു നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി. മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. എനിക്ക് ഈ ഒരു ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായി യോജിപ്പിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മുട്ട പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മുട്ട പൊരിക്കാം. അതിനായിട്ട് നമുക്ക് സ്റ്റവ് കത്തിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കി എടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ നാടൻ രുചിയൊക്കെ കിട്ടും നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ വെളിച്ചെണ്ണ ഒത്തിരി വേണ്ട, ഒരു ലേശം മാത്രം മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് നമുക്ക് ആ വെളിച്ചെണ്ണ ഈ പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ആ മുട്ട വിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ചുറ്റിച്ചു കൊടുത്തു. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, ഈ മുട്ട നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആ കറിവേപ്പിലയും ആ പച്ചമുളകും എല്ലാം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് ഈ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കാം. കാരണം ഒരു ഭാഗത്ത് മാത്രം ആ പച്ചമുളകൊക്കെ കൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവ് ഭയങ്കരമായിട്ട് കൂടുതൽ തോന്നും. അതില്ലാതിരിക്കാൻ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ നമുക്കതൊന്ന് നീക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും എരിവ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒന്നിച്ച് നമ്മുടെ മുളകൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കൂടി കിടക്കൂട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ പതിയെ ഇതിങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നത്. നമുക്ക് മുട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തീ കുറച്ചൊന്ന് കൂട്ടി വെക്കുക, അല്ല അടിഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ നമ്മൾ എന്നിട്ട് അതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. ആ ഒരു കറിവേപ്പിലയുടെയും അതുപോലെ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എഗ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ എഗ് ഓംലെറ്റ്. നല്ല സർക്കിളായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീ ഒത്തിരി കൂട്ടി വെക്കാൻ പാടില്ല. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് മൊരിച്ചിൽ കൂടി പോകാനായിട്ടും ആ കളറൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ തിരിച്ചിടുന്ന സമയം വരുമ്പോൾ കുറച്ചൊന്ന് തീ കൂട്ടി വെക്കാം. എന്നിട്ട് അടിഭാഗം നന്നായി കുക്കായി കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ മറിച്ചിടാം. എന്നിട്ട് 2 ഭാഗം കുക്കാക്കിയതിന് ശേഷം നമുക്ക് അത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുട്ട വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുട്ടി പാനിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സർക്കിളായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ ഈ ഒരു കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു നാടൻ രുചിയാണ് ഈ ഒരു മുട്ട പൊരിച്ചതിന്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. പിന്നെ എന്താ, നെക്സ്റ്റ് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.